ക്രിക്കറ്റ് ലോകം കാത്തിരിക്കുന്ന T20 ലോകകപ്പിന് കേവലം ഒരു മാസം മാത്രം ബാക്കി നിൽക്കെ ടൂർണമെന്റിന്റെ നടത്തിപ്പിനെ തന്നെ ബാധിക്കുന്ന ഗുരുതരമായ പ്രതിസന്ധിയാണ് ഉടലെടുത്തിരിക്കുന്നത്. പാകിസ്ഥാന് പിന്നാലെ ബംഗ്ലാദേശും ഇന്ത്യയിൽ കളിക്കാൻ വിസമ്മതിച്ചതോടെ ICC വലിയൊരു വെല്ലുവിളിയെയാണ് നേരിടുന്നത്. ഫെബ്രുവരി 7-ന് ആരംഭിക്കേണ്ട ലോകകപ്പിന്റെ ഷെഡ്യൂൾ അടിമുടി മാറ്റി എഴുതേണ്ടി വരുമെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. സുരക്ഷാ കാരണങ്ങളും രാഷ്ട്രീയ തർക്കങ്ങളും ചൂണ്ടിക്കാട്ടി ബംഗ്ലാദേശ് ക്രിക്കറ്റ് ബോർഡ് സ്വീകരിച്ച കർശന നിലപാട് BCCIക്കും ICC ചെയർമാൻ ജയ്ഷായ്ക്കും വലിയ തലവേദനയാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. ഇന്ത്യൻ പ്രീമിയർ ലീഗിൽ നിന്ന് ബംഗ്ലാദേശ് പേസർ മുസ്താഫിസുർ റഹ്മാനെ ഒഴിവാക്കിയതാണ് നിലവിലെ പ്രശ്നങ്ങളുടെ പെട്ടെന്നുള്ള കാരണം. എന്നാൽ അതിനു പിന്നിൽ അതിശക്തമായ രാഷ്ട്രീയ കാരണങ്ങളും അന്താരാഷ്ട്ര ബന്ധങ്ങളിലെ വിള്ളലുകളുമുണ്ട്. ബംഗ്ലാദേശ് അവരുടെ മത്സരങ്ങൾ ഇന്ത്യയിൽ നിന്ന് മാറ്റി നിഷ്പക്ഷ വേദിയിൽ നടത്തണമെന്ന് ആവശ്യപ്പെട്ടതോടെ ശ്രീലങ്കയെ പുതിയ വേദിയായി പരിഗണിക്കാൻ ICC നീക്കം തുടങ്ങി. നിലവിലെ വിവാദങ്ങൾക്ക് തിരികൊളുത്തിയത് കൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് അവരുടെ ബംഗ്ലാദേശ് പേസറായ മുസ്താഫിസുർ റഹ്മാനെ IPL സ്ക്വാഡിൽ നിന്ന് ഒഴിവാക്കിയതാണ്. സമീപകാലത്ത് ബംഗ്ലാദേശിൽ ഇന്ത്യക്കാർക്ക് നേരെയുണ്ടായ ആക്രമണങ്ങളുടെ പശ്ചാത്തലത്തിൽ ബംഗ്ലാദേശ് താരങ്ങളെ IPLൽ കളിക്കുന്നതിനെതിരെ ഇന്ത്യയിൽ പലയിടങ്ങളിൽ നിന്നും വിമർശനമുയർന്നിരുന്നു. BCCIയുടെ അനൌദ്യോഗിക നിർദ്ദേശത്തെ തുടർന്ന് കൽക്കത്ത മുസ്താഫിസുറിനെ ഒഴിവാക്കാൻ നിർബന്ധിതരായി എന്നാണ് റിപ്പോർട്ടുകൾ. ഇത് ബംഗ്ലാദേശ് ക്രിക്കറ്റ് ബോർഡിനെയും അവിടുത്തെ ഇടക്കാല സർക്കാരിനെയും ചൊടിപ്പിച്ചു. കൃത്യമായ കരാറുണ്ടായിട്ടും ഒരു താരത്തെ രാഷ്ട്രീയ കാരണങ്ങളാൽ ഒഴിവാക്കുന്നത് അംഗീകരിക്കാനാവില്ലെന്ന നിലപാടിലാണ് അവർ. ഇതിന് മറുപടിയായാണ് ലോകകപ്പ് കളിക്കാൻ ഇന്ത്യയിലേക്ക് വരില്ലെന്ന് ബംഗ്ലാദേശ് പ്രഖ്യാപിച്ചത്. രാഷ്ട്രീയം കലർന്ന ക്രിക്കറ്റ്, ഹസീനയുടെ വീഴ്ചയും ഇന്ത്യയും. ഈ കായിക തർക്കത്തിന് പിന്നിൽ കനത്ത രാഷ്ട്രീയമുണ്ട്. 2024 ജനകീയ പ്രക്ഷോഭത്തിലൂടെ ഷെയ്ഖ് ഹസീന സർക്കാർ പുറത്താക്കപ്പെട്ടതാണ് പ്രശ്നങ്ങളുടെ തുടക്കം. ഹസീനയ്ക്ക് ഇന്ത്യ അഭയം നൽകിയത് ബംഗ്ലാദേശിലെ പുതിയ ഇടക്കാല സർക്കാരിനെയും പ്രക്ഷോഭകാരികളെയും പ്രകോപിപ്പിച്ചിരുന്നു. ഇതിനു പിന്നാലെ ബംഗ്ലാദേശിൽ ഹിന്ദുക്കൾക്കും ഇന്ത്യൻ പൗരന്മാർക്കും നേരെ നടന്ന ആക്രമണങ്ങൾ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം വഷളാക്കി. അതിർത്തിയിലെ ഈ സംഘർഷം ഇപ്പോൾ ക്രിക്കറ്റ് മൈതാനത്തേക്കും പടർന്നിരിക്കുകയാണ്. പാകിസ്ഥാനെ പോലെ തന്നെ ഇന്ത്യയുമായി കായിക ബന്ധം തുടരാൻ സാധിക്കാത്ത അവസ്ഥയിലേക്ക് ബംഗ്ലാദേശും എത്തിയിരിക്കുന്നു. കളിയേക്കാൾ പ്രധാനം തങ്ങളുടെ താരങ്ങളുടെ ആത്മാഭിമാനമാണ് എന്ന ബംഗ്ലാദേശ് കായിക ഉപദേഷ്ടാവ് ആസിഫ് നസ്രുള്ളിയുടെ വാക്കുകൾ അവരുടെ നിലപാടിന്റെ കാഠിന്യം വ്യക്തമാക്കുന്നു. ഇന്ത്യൻ ക്രിക്കറ്റിന്റെ സാമ്പത്തിക സ്രോതസ്സായ IPLനെതിരെയും ബംഗ്ലാദേശ് നീക്കം തുടങ്ങിയിട്ടുണ്ട്. മുസ്താഫിസുറിനെ ഒഴിവാക്കിയതിൽ പ്രതിഷേധിച്ച് ബംഗ്ലാദേശിൽ IPL സംപ്രേഷണം ചെയ്യുന്നത് വിലക്കുന്ന കാര്യം സർക്കാർ ഗൗരവമായി പരിഗണിക്കുന്നുണ്ട്. ഇത് IPLന്റെ വ്യൂവർഷിപ്പിനെയും വരുമാനത്തെയും ചെറിയ തോതിലെങ്കിലും ബാധിച്ചേക്കും. കൂടാതെ മുസ്താഫിസുർ റഹ്മാന് IPL കളിക്കാൻ നൽകിയ NOC പിൻവലിക്കാനും BCB തീരുമാനിച്ചതായാണ് വിവരം. കൽക്കത്ത ഭാവിയിൽ തീരുമാനം മാറ്റി അദ്ദേഹത്തെ തിരിച്ചു വിളിച്ചാൽ പോലും സർക്കാരിന്റെ അനുമതിയില്ലാതെ മുസ്താഫിസുറിന് ഇനി IPL കളിക്കാനാവില്ല. ശ്രീലങ്കയിലേക്ക് കളി മാറ്റുന്നു. ICCയുടെ നെട്ടോട്ടം. ലോകകപ്പ് തുടങ്ങാൻ ഒരു മാസം മാത്രം ബാക്കി നിൽക്കെ ബംഗ്ലാദേശിന്റെ മത്സരങ്ങൾ മാറ്റിവെക്കുക എന്നത് ICCയെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ലോജിക്കൽ നൈറ്റ്മെയർ ആണ്. കൽക്കത്തയിൽ 3-ഉം മുംബൈയിൽ 1-ഉം ഉൾപ്പെടെ 4 മത്സരങ്ങളാണ് ബംഗ്ലാദേശിന് ഇന്ത്യയിൽ നിശ്ചയിച്ചിരുന്നത്. ഇവയെല്ലാം മാറ്റേണ്ടി വരും. പുതിയ റിപ്പോർട്ടുകൾ പ്രകാരം ബംഗ്ലാദേശിന്റെ മത്സരങ്ങൾ ശ്രീലങ്കയിലേക്ക് മാറ്റാനാണ് ICC ആലോചിക്കുന്നത്. നേരത്തെ ഏഷ്യ കപ്പിൽ പാകിസ്ഥാന്റെ മത്സരങ്ങൾക്കായി ഹൈബ്രിഡ് മോഡൽ പരീക്ഷിച്ചതുപോലെ ഇത്തവണ ബംഗ്ലാദേശിന് വേണ്ടി ഇന്ത്യക്ക് പുറത്തൊരു വേദി കണ്ടെത്തേണ്ടി വന്നിരിക്കുന്നു. ICC ചെയർമാൻ ജയ്ഷാ ഇതിനനുകൂലമായ നിലപാടാണ് സ്വീകരിച്ചിരിക്കുന്നത്. ലോകകപ്പ് സുഗമമായി നടക്കണമെങ്കിൽ ബംഗ്ലാദേശിന്റെ ആവശ്യം അംഗീകരിക്കാതെ വഴിയില്ല. പാകിസ്ഥാൻ മാതൃക. ബംഗ്ലാദേശും. വർഷങ്ങളായി പാകിസ്ഥാൻ സ്വീകരിക്കുന്ന നിലപാടാണ് ഇപ്പോൾ ബംഗ്ലാദേശും സ്വീകരിക്കുന്നത്. രാഷ്ട്രീയ കാരണങ്ങളാൽ പാകിസ്ഥാൻ താരങ്ങൾ IPL കളിക്കാറില്ല. അതുപോലെ ഇന്ത്യ പാക് മത്സരങ്ങൾ ICC ടൂർണമെന്റുകൾ നിഷ്പക്ഷ വേദിയിലാണ് നടക്കാറുള്ളത്. അതേ മാതൃകയിൽ തങ്ങളുടെ മത്സരങ്ങളും നിഷ്പക്ഷ വേദിയിലേക്ക് മാറ്റണമെന്നാണ് ബംഗ്ലാദേശ് ആവശ്യപ്പെടുന്നത്. അയൽ രാജ്യങ്ങളുമായുള്ള ഇന്ത്യയുടെ ക്രിക്കറ്റ് ബന്ധം കൂടുതൽ സങ്കീർണമാകുന്ന കാഴ്ചയാണിത്. T20 ലോകകപ്പ് അനിശ്ചിതത്വം ബാക്കി. ബംഗ്ലാദേശ് ടീമിനെ പ്രഖ്യാപിച്ചിട്ടുണ്ടെങ്കിലും വേദി മാറ്റുന്ന കാര്യത്തിൽ ഔദ്യോഗിക തീരുമാനം വരുന്നതുവരെ അനിശ്ചിതത്വം തുടരും. ക്രിക്കറ്റ് വിൽപ്പന, യാത്രാ സൗകര്യങ്ങൾ, ഹോട്ടൽ ബുക്കിംഗുകൾ എന്നിവയെല്ലാം അവസാന നിമിഷം മാറ്റേണ്ടി വരുന്നത് സംഘാടകർക്ക് വലിയ ബാധ്യതയാകും. കളിക്കളത്തിന് പുറത്തെ രാഷ്ട്രീയം കളിയുടെ ആവേശത്തെ ബാധിക്കുമോ എന്ന ആശങ്കയിലാണ് ആരാധകർ. എന്തായാലും ഫെബ്രുവരി 7-ന് ലോകകപ്പ് തുടങ്ങുമ്പോൾ അത് കേവലം ബാറ്റിന്റെയും പന്തിന്റെയും പോരാട്ടത്തിനപ്പുറം നയതന്ത്ര നീക്കങ്ങളുടെ കൂടി വേദിയാകും.
ബംഗ്ലാദേശിന്റെ ഈ ബഹിഷ്കരണ ഭീഷണി ക്രിക്കറ്റ് ലോകത്ത് പുതിയൊരു കീഴ്വഴക്കത്തിന് തുടക്കമിടുമോ എന്ന് കണ്ടറിയണം.